പുതിയ ഈ ഒരു സ്കീം പുതുതായിട്ട് ആരംഭിച്ചതാണ് ഈ സ്കീം. അപ്പോൾ ആ സ്കീമിന് കഴിയട്ടെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മുരിക്കാട്ടുകുടി സ്കൂള് ഈ ഒരു സ്കീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ സ്കൂൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലിൻസി ടീച്ചർ ചെയ്ത ആ സാമൂഹ്യപരമായ ആ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന്റെ അവാർഡിന് വേണ്ടിയിട്ടുള്ള, സംസ്ഥാന അവാർഡിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് സംസാരിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ലിൻസി ടീച്ചറുടെ പ്രവർത്തനങ്ങൾ. അത് ഒരുപാട് പേർക്ക് മാതൃകയാണ്. കേരളത്തിലാകമാനം അത് ഒരു മാതൃകയാക്കിയ പലരുമുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു സ്കീം വരിക എന്നത് നിങ്ങളുടെ തന്നെ ഒരു ഭാഗ്യമാണ്. ആ സ്കീമിന്റെ ആദ്യത്തെ ഗുണഭോക്താക്കളാകാൻ പറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ അതിലും വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ നിങ്ങളുടെ ഇവിടെ കടന്നു വന്ന് നിങ്ങളുടെ നേരത്തെ ഒരു സഹതാപത്തിന്റെ കാര്യം വേണ്ട. നമ്മൾ സഹതാപം എന്നുള്ളൊരു വാക്കേ നമ്മുടെ ഡിക്ഷണറിയിൽ വേണ്ട. നമ്മൾ എമ്പതി എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുക, സിമ്പതി അല്ല. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ടീച്ചേഴ്സിന് അറിയാം. അപ്പൊ നമ്മൾ അവരുമായിട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളുടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുക, അല്ലേ? അപ്പൊ അങ്ങനെ ആക്കുക നമ്മൾ ആ സഹത. ലോക പരിസ്ഥിതി ദിനം ജൂൺ മാസം 5-ാം തീയതി ആചരിക്കുന്ന സന്ദർഭത്തിൽ മരിയൻ കോളേജ് കുട്ടിക്കാനം MCom PGDM വിദ്യാർത്ഥികളുടെ അലുമിനി അസോസിയേഷൻ മുരിക്കാട്ടുകുടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന തൊടിയിൽ ഒരു ഫലവൃക്ഷ പദ്ധതി, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അതിയായ അഭിമാനം തോന്നുകയാണ്. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ കാഞ്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന റവറൻ ഫാദർ ഡോക്ടർ റോയ് എബ്രാഹാം, പ്രിൻസിപ്പൽ മരിയൻ കോളേജ്, ആശംസകൾ അർപ്പിക്കുന്ന മുൻ മാനേജർ റവറൻ ഫാദർ ജെയിംസ് കോഴിമല, ശ്രീ ശ്രീകുമാർ ഹെഡ് മാസ്റ്റർ, ശ്രീമതി തങ്കമണി സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഡോക്ടർ KV തോമസ്, അബ്ദുൾ റസാഖ് M, ശ്രീ KR സുകുമാരൻ നായർ, ശ്രീ ബിനോയ് മാത്യു, ലിൻസി ജോർജ്, ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാം കുട്ടികൾക്ക് ഫലവൃക്ഷങ്ങൾ കൊടുത്തുവിടാൻ, അത് നട്ട് പരിപാലിക്കുവാൻ ഇന്നത്തെ ദിനത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒട്ടേറെ നല്ല കർമ്മ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടിക്കാനം മരിയൻ കോളേജ് ഒട്ടേറെ കാര്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള കോളേജാണ്. ഇന്നൊരു സവിശേഷതയുള്ളത് അത്തരത്തിൽ നല്ല മാതൃകകൾക്ക് നിദാനമായ മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രിൻസിപ്പൾ, ഹെഡ് മാസ്റ്റർ, പ്രത്യേകിച്ച് ലിൻസി ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ സ്കൂളിൽ പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തുമുള്ള മാറ്റങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് രക്ഷിതാക്കളുടെ പിന്തുണയും പിൻബലവും എല്ലാം ആർജിക്കാൻ കഴിഞ്ഞതിലൂടെയാണ് മനോഹരമായ ഒരു സ്കൂൾ കെട്ടിടം ഈ മുരിക്കാട്ടുകുടിയിൽ തീർത്ത് കുട്ടികളെ കൊടുക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് കുട്ടിക്കാനം കോളേജിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പഴയതിനേക്കാൾ ഏറെ ഊന്നൽ കൊടുക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ നമ്മെ പലതും പഠിപ്പിച്ചു, നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊണ്ടു. ഓക്സിജൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെട്ടു. മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിസ്ഥിതി തന്നെ നമുക്ക് കാരണമായി. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾ ആയാസം ഇല്ലാതെ നമ്മൾ ശ്വസിച്ചിരുന്ന വായു, ഇന്നതിൻ്റെ വില മനസ്സിലാക്കുവാൻ നമുക്ക് വെന്റിലേറ്ററിൽ പ്രവേശിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു. ഭൂമി തന്നെ വെന്റിലേറ്ററിലേക്ക് പോകുന്നു എന്ന സംശയം. ഭൂമിയിലുണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം, അതോടൊപ്പം കടുത്ത മലിനീകരണം, ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, അതെല്ലാം വീണ്ടെടുക്കുവാനും പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും
നമ്മെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികളും പ്രോഗ്രാമുകളും ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. തീർച്ചയായിട്ടും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്ന കുട്ടികളിലേക്ക്, ഇത്തരം ബോധ്യ മനസ്സുകളിലേക്ക് പുതിയ സംരംഭങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള കുട്ടിക്കാനം കോളേജിലെ വിദ്യാർത്ഥികളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. സ്കൂൾ മാനേജരെയും പ്രിൻസിപ്പാളെയും അതോടൊപ്പം തന്നെ കുട്ടികളെയും എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഔപചാരികമായി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ സ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഒക്കെയുള്ള ഒരു മികവ് കൂടിയാണ് ടീച്ചറിന് ഇന്ന് ഈ സംസ്ഥാന അവാർഡ് ജേതാവാകാൻ കഴിഞ്ഞത് എന്നതിലുള്ള അഭിമാനം ഈ അവസരത്തിൽ, സന്തോഷം ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുന്നു. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ അധ്യാപിക ലിൻസി ജോർജാണ് പ്രൈമറി വിഭാഗം സംസ്ഥാന അവാർഡിന് അർഹയായത്. ഇതിന്റെ ഭാഗമായാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒരു ദിനമാണ് കടന്നുപോയിരിക്കുന്നത്. പഠന മികവിനൊപ്പം പാഠ്യേതര രംഗത്തും വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ലിൻസി ടീച്ചർ. സ്കൂളിലെ നിർധനരായ 6 കുട്ടികൾക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ വീട് നിർമ്മിക്കുവാൻ ലിൻസി ടീച്ചർ മുൻകൈയെടുത്തിരുന്നു. സംസാര വൈകല്യമുള്ള വിദ്യാർത്ഥിനിക്ക് 50,000 രൂപ ചികിത്സാ ചെലവിനായി സമാഹരിച്ചു നൽകുന്നതിനും അധ്യാപികയായ ലിൻസി നേതൃത്വം നൽകി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാതിരുന്ന 50 കുട്ടികൾക്ക് TV കൈമാറുവാൻ കഴിഞ്ഞത് ടീച്ചറിന്റെ ഇടപെടലിന്റെ ഫലമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ വിനോദ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ്, തങ്കമണി സുരേന്ദ്രൻ, വിദ്യു മധുക്കുട്ടൻ, സാവിയോ പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അധ്യാപക അവാർഡിന്റെ അതുല്യ തിളക്കത്തിലാണ് ഇടുക്കി ജില്ല. പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 3 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. ഈ അധ്യാപകർ 3 പേരും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ വന്നതും ശ്രദ്ധേയമാണ്. ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒരു ദിനമാണ് കടന്നുപോയിരിക്കുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങളിലായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡുകൾ ഒരു വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ അധ്യാപകർക്ക് ലഭിച്ചതും അഭിമാനകരമാണ്. പഠന മികവിനൊപ്പം പാഠ്യേതര രംഗത്തും വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ അധ്യാപിക ലിൻസി ജോർജാണ് പ്രൈമറി വിഭാഗം സംസ്ഥാന അവാർഡിന് അർഹയായത്. സ്കൂളിലെ നിർധനരായ 6 കുട്ടികൾക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ വീട് നിർമ്മിക്കുവാൻ ലിൻസി ടീച്ചർ മുൻകൈയെടുത്തിരുന്നു. സംസാര വൈകല്യമുള്ള വിദ്യാർത്ഥിനിക്ക് 50,000 രൂപ ചികിത്സാ ചെലവിനായി സമാഹരിച്ചു നൽകുന്നതിനും അധ്യാപികയായ ലിൻസി നേതൃത്വം നൽകി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാതിരുന്ന 50 കുട്ടികൾക്ക് TV കൈമാറുവാൻ കഴിഞ്ഞത് ടീച്ചറിന്റെ ഇടപെടലിന്റെ ഫലമാണ്. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ സമയത്ത് 45ഓളം കുട്ടികളുടെ വീടുകളിൽ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകുന്നതിന് സാധിച്ചു. അതുപോലെ ഓൺലൈൻ പഠനത്തെക്കുറിച്ച് കേട്ടപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞാനത് ഏറ്റെടുത്തത്. കാരണം എനിക്കറിയാം എൻ്റെ കുട്ടികൾക്ക് ഇതിനുള്ള സൗകര്യങ്ങളില്ല എന്ന്. എന്നാൽ നല്ല ആളുകളുടെ സഹായത്തോടെ 50 കുട്ടികൾക്ക് ടെലിവിഷനുകൾ നൽകുന്നതിന് എനിക്ക് സാധിച്ചു. ഞാൻ ചെയ്ത ഈ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ നിന്നത് HSCN ആണ്. അത് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ജയൻ സാറ്, അവരുടെ എല്ലാ സഹകരണത്തോടെയാണ് എനിക്കിപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷവും നന്ദിയുണ്ട്. ചോറ്റുപാറ ഗവൺമെന്റ് സ്കൂളിനെ അടച്ചുപൂട്ടലിൽ നിന്നും കരകയറ്റിയ P. അജിത് കുമാറിന് അവാർഡ് ലഭിച്ചത് അർഹിക്കുന്ന പ്രതിഫലമാണെന്ന് രക്ഷിതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഫോറസ്റ്റ് ഗാർഡിൽ നിന്നും LD ക്ലാർക്കും പിന്നീട് 2004 അധ്യാപകനുമായ അജിത് ചോറ്റുപാറ സ്കൂളിൽ എത്തുമ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൂളിൽ ആകെ ഉണ്ടായിരുന്നത് 31 വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഇന്ന് വിവിധ ക്ലാസുകളിലായി 207 കുട്ടികളെ ചേർക്കുവാനായത് ഈ അധ്യാപകന്റെ വിജയമാണ്. 2020-21 അധ്യയന വർഷത്തിലെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരമാണ് P. അജിത് കുമാറിനെ തേടിയെത്തിയിരിക്കുന്നത്. എനിക്ക് വളരെയധികം വലിയ അവാർഡിന്റെ അപ്പൊ ഈ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. എൻ്റെ അധ്യാപക സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, എൻ്റെ അതുപോലെ എൻ്റെ നേതൃത്വ നിലയിലുള്ള മാസ്റ്റർമാർ, കടന്നുപോയ മാസ്റ്റർമാരൊക്കെയുണ്ട്. ഇവരെല്ലാവരും ഇതിൻ്റെ ഉപരി എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്നെ കണ്ട് എന്നോടൊപ്പം തന്നെ കുട്ടികളെ കൂടി ചേർക്കാനായ രക്ഷിതാക്കളാണ് ഈ വിദ്യാലയത്തിൽ നിന്നത്. 7ഓളം വരുന്ന രക്ഷകർത്താക്കൾ മാത്രമായിരുന്നു ആ സ്കൂളിൽ നിലനിർത്താൻ സഹായിച്ചതെന്ന് നന്ദിയോടെ അല്ലെങ്കിൽ അതിന് മുമ്പേ കൂട്ടപ്പെട്ട് പോകുമായിരുന്നു. ഞാൻ ചെല്ലുന്നിടം വരെ അത് കാത്തു നിന്നത് ഈ 7 രക്ഷകർത്താക്കൾ പറയുന്നത് കൊണ്ടാണ്. കൂട്ടം തുടർന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞ വർഷം 100 രക്ഷകർത്താക്കൾ വിളിച്ചു കഴിഞ്ഞാൽ 97, 98 ശരാശരിയിലെത്തിയത്. അത്തരത്തിൽ എല്ലാവരുടെയും സഹകരണങ്ങളുണ്ട്. ഇനി കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടി വിദ്യാലയത്തിൽ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളും ഇംഗ്ലീഷ് ഭാഷാധ്യാപകനുമായ ജിജി ജോർജിന് ഇത് അംഗീകാരത്തിന്റെ വർഷമാണ്. കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിദ്യാർത്ഥികളെ ഉന്നത നിലവാരത്തിൽ വിജയിപ്പിക്കുവാൻ ജിജി ജോർജിനും സഹ അധ്യാപകർക്കും കഴിഞ്ഞിരുന്നു. പഠനരംഗത്തിന് പുറമെ പാഠ്യേതര രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാനായത് നല്ലൊരു നേതൃപാടവത്തിന്റെ ഫലമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം അതായത് എല്ലാ പൊതുവിദ്യാലയങ്ങളെയും മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ സന്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിച്ചപ്പോൾ ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് ക്ലാസ് റൂമുകൾ വളരെ പെട്ടെന്ന് തന്നെ അധ്യാപകരുടെയും അതുപോലെ മാതാപിതാക്കളുടെയൊക്കെ സഹകരണത്തോടുകൂടി 2 മാസം കൊണ്ട് തന്നെ ഹൈടെക് ക്ലാസ്സുകൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. സംസ്ഥാന സാമൂഹ്യ ശാസ്ത്രമേളയിലും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നൊഴികെ എല്ലാ മേളകളിലും വിജയം നേടാനായത് ജിജി ജോർജിന്റെയും സഹപ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ്. സംസ്ഥാന തലത്തിൽ 3 അവാർഡുകൾ ലഭിച്ചതിന്റെ തിളക്കത്തിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ രംഗം.